നമസ്കാരം. ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് ഈ കുട്ടിയുടെ അച്ഛൻ തന്നെ എനിക്ക് അയച്ചു തന്ന ഒരു വീഡിയോ ആണ്. അപ്പം ഈ വീഡിയോ കാണുന്ന എല്ലാവരും തങ്ങളാൽ കഴിയുന്ന ഒരു സഹായം ഈ കുഞ്ഞിന് വേണ്ടി ചെയ്യുക. ഇനി അഥവാ നിങ്ങളെ കൊണ്ട് സഹായിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സുണ്ട് പക്ഷേ നിങ്ങളുടെ കയ്യിൽ സഹായിക്കാനൊന്നുമില്ല, കാരണം എല്ലാവരും പ്രാരാബ്ധക്കാരാണ്. അപ്പം അങ്ങനെയുള്ളവർ ദയവായി ഈ പോസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുക. ഷെയർ ചെയ്ത് നമ്മളാൽ കഴിയുന്ന ആ ഒരു സഹായമെങ്കിലും ഈ കുഞ്ഞിന് വേണ്ടി നിങ്ങളൊക്കെ ചെയ്യുക. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇടുന്നത്. അന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് മാറിയതിന് ശേഷം വീണ്ടും ഇപ്പം മോന് ഈ അസുഖമാണ്. രണ്ടാമത് ഈ അസുഖം വന്നതുകൊണ്ട് മജ്ജ മാറ്റി വയ്ക്കണമെന്നാണ് പറയുന്നത്. അതിൻ്റെ ചിലവ് 60 ലക്ഷം രൂപയോളമാണ്. ഞങ്ങൾക്ക് 5 വർഷത്തിന് ശേഷം ഉണ്ടായതാണ് മകന്. മോന് ഈ അസുഖത്തെപ്പറ്റി ഡോക്ടർമാർ അവനോട് വിശദമായി പറഞ്ഞു കൊടുത്തുകൊണ്ടാണ് ഇങ്ങനെ ഈ ഒരവസ്ഥയിൽ കുഞ്ഞിരിക്കുന്നത് തന്നെ. ഞങ്ങൾക്ക് ഈ ഭീമമായ ഒരു തുക കണ്ടെത്താൻ പറ്റുന്നൊരു സാഹചര്യമല്ല ഇപ്പോൾ. എൻ്റെ ഭർത്താവ് ഇലക്ട്രീഷ്യനാണ്. ഞങ്ങൾക്ക് ആകെയുള്ളൊരു സ്വത്താണിത്. ദയവ് ചെയ്ത് ഈ വീഡിയോ കാണുന്ന എല്ലാവരും എൻ്റെ മോനെ ഒന്ന് രക്ഷിച്ച് അവൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുപോകണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഞങ്ങളിന്ന് ആലപ്പുഴ ജില്ലയിൽ കായംകുളം കൃഷ്ണപുരത്താണ് ഉള്ളത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോ ചെയ്യാൻ വരുന്നത് വളരെയധികം മനസ്സ് കടിച്ചു പിടിച്ചുകൊണ്ടാണ്. കാരണം ഈ ഒരു വീട്ടിൽ വന്ന് ഈ മോൻ ഇവിടെ ഈ ഒരു റൂമിൽ ഇരിപ്പുണ്ടെന്ന് ദൂരെ നിന്ന് കണ്ടപ്പോൾ തന്നെ കുഞ്ഞിനെ ഒന്ന് ഫേസ് ചെയ്യാൻ പോലും വിഷമം കൊണ്ട് സാധിക്കാതെയായി. പിന്നെ ഇവിടുത്തെ ഈ ഒരു വീട്ടിലെന്ന് പറഞ്ഞാൽ അച്ഛനും അമ്മയും ഒരു മോനും അടങ്ങുന്ന ഒരു കുഞ്ഞു കുടുംബമാണ്. ആറ്റുനോറ്റ് ഒരു 5 വർഷത്തിന് ശേഷമാണ് ആദ്യമായിട്ടൊരു മകൻ പിറക്കുന്നത്. മോൻ പിറന്നതിന് ശേഷം തന്നെ ഒരു 2ാമത്തെ 3ാമത്തെ വയസ്സിലല്ലേ ആദ്യമായിട്ട് ഈ അസുഖത്തിന് ലുക്കീമിയയുടെ ഒരു സിംറ്റംസ് കാണിക്കാൻ തുടങ്ങി. ചേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ നാട്ടിലെ പണിയാണ് ചെയ്യുന്നത്. ചേച്ചിക്ക് പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല. ആദ്യത്തെ ആ ഒരു ചികിത്സ മറ്റുള്ളവരെ അറിയിക്കാതെ തന്നെ പൂർണ്ണമായും വീട്ടുകാർ തന്നെ നോക്കി അത് പൂർത്തീകരിച്ച് അങ്ങനെ അസുഖം മാറി എന്നുള്ള അവസ്ഥ വന്നിരിക്കുമ്പോഴാണ് 8 വയസ്സിൽ വീണ്ടും ഇടുത്തി വീണ പോലെ തന്നെ ഈ ഒരു കുടുംബത്തിൽ ആ ഒരു രോഗം. ഞങ്ങൾ വന്നപ്പോൾ പോലും മുഖം തരാതെ ഇൻഫെക്ഷൻ ഒന്നും ഉണ്ടാവരുത്, തനിക്ക് ജീവിക്കണം എന്നുള്ള ഉദ്ദേശത്തിൽ ഇങ്ങനെ ഒരു ഇരിപ്പിരുന്നതാണ് കേട്ടോ. ഞാൻ ഇതുവരെ ആ മോൻ്റെ മുഖം പോലും കണ്ടില്ല കേട്ടോ. പടം വരയ്ക്കും, യൂട്യൂബ് ചാനലൊക്കെ ചെറുതായിട്ടുണ്ട്. മജ്ജ മാറ്റി വെക്കൽ RCCയിലില്ല, അതുകൊണ്ട് RCCയിലല്ല പോകുന്നത്, ബിലീവേഴ്സാണ്. പിന്നെ തൊട്ടടുത്തായിട്ട് എല്ലാ സജ്ജീകരണങ്ങളുള്ള ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വേണ്ട തുകയെന്ന് പറഞ്ഞാൽ ഏകദേശം 60 ലക്ഷം രൂപയാണ് വേണ്ടത്. വീഡിയോ കാണുന്ന നിങ്ങളെല്ലാവരും ഈ ഒരു കുടുംബത്തിൻ്റെ ഈ ഒരു അവസ്ഥ മനസ്സിലാക്കണം. നമ്മൾ ഇത്രയും മാത്രം ചിന്തിച്ചാൽ മതി. നമുക്കുണ്ട് മക്കൾ, നമ്മുടെ മക്കൾ ഈ ഒരു പരുവത്തിൽ ഇത്രയും വേദന അനുഭവിക്കുക എന്ന് പറഞ്ഞാൽ ഒരച്ഛനും അമ്മയ്ക്കും സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. ദയവായി നിങ്ങളെ കഴിയുന്ന സഹായങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കണം. വേറൊന്നും പറയാനില്ല. മാക്സിമം എല്ലാവരുടെ അടുത്തും ഷെയർ ചെയ്ത് എത്തിക്കാനും മറക്കരുത്.